ഇന്നലെ നമ്മൾ സോയിൽ ക്ലേയുടെ വീഡിയോ ഇട്ടപ്പം ചോദിച്ചിരുന്നു അത് വെച്ച് ഇനി എന്താ ഉണ്ടാക്കണ്ടേന്ന്. അതിൽ വന്നൊരു കമന്റ് ആയിരുന്നു ഇത്. ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട്. അതിനിപ്പോൾ എന്താ ഉണ്ടാക്കാലോ. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന ഇതിനൊക്കെ ആയിരിക്കുമല്ലേ. ഈ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിൽ എനിക്ക് വലിയ കഴിവൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ നമ്മൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗീവ് അവേക്ക് എന്ത് ഗിഫ്റ്റാണ് തരേണ്ടതെന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ട് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക എന്ത് ഗിഫ്റ്റാണ് ഗീവ് അവേക്ക് കൊടുക്കേണ്ടതെന്ന്. ഞാൻ ഈ ക്ലേ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ കിട്ടുമെന്നും എനിക്കറിയത്തില്ല. ഒരു പിൻട്രസ്റ്റ് വൈബ് ഫ്ലവർ ടൈപ്പ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇതൊക്കെ സെറ്റാക്കിയാലും എന്ത് കളർ കൊടുക്കണമെന്നും എനിക്കറിയില്ല. അതും നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് കണക്ക് തന്നെ കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ ട്രിങ്കറ്റ് ഡിഷിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം 2 ദിവസം ഇരുന്നിട്ട് വേണം ഉണങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ പറ, ഇതൊരു പൂവായോ അതോ വേറെ എന്തെങ്കിലും ആയോ എന്ന്. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞ് എന്ത് കളർ കൊടുക്കണമെന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കമൻസിൽ നിന്ന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് കളർ ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസിനൊന്ന് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.